ഇതുപോലെയുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള മറ്റ് പല രീതികളിലുള്ള കാർട്ടൂൺ ടൈപ്പ് ആനിമേഷൻ വീഡിയോ എങ്ങനെ നമുക്ക് ഫ്രീ ആയി ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യൂട്യൂബിലോട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോട്ടോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് വേണ്ടി നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രീ ആയി കാർട്ടൂൺ ടൈപ്പ് ആനിമേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം അധികം സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ക്രോം ബ്രൗസർ കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗൂഗിളിൻ്റെ ഈ ഒരു സെർച്ച് ബാറിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അഡോബ് ഫ്രീ ആനിമേഷൻ വീഡിയോ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് സെർച്ച് റിസൾട്ട് വരും. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു സെർച്ച് റിസൾട്ടിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മേക്ക് ആനിമേഷൻ ഫോർ യൂട്യൂബ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഇതിലൂടെ താഴെ കാണാൻ പറ്റും മേക്ക് ആനിമേഷൻ ഫോർ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒരു 2 തവണ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഈ ഒരു പേജിലാണ് നമ്മൾ ആ ഒരു ആനിമേഷൻ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആനിമേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ക്യാരക്ടർ എന്നുള്ള ആ ഒരു ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ക്യാരക്ടർ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ക്യാരക്ടർ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു ക്യാരക്ടർ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ആ ഒരു ക്യാരക്ടർ ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഈ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിലോട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തോട്ട് മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതുപോലെ മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആനിമേഷൻ വീഡിയോക്ക് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിലൂടെ ഏറ്റവും ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കളറുകൾ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക്, വൈറ്റ് അങ്ങനെയുള്ള കളറുകളും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതിൽ ഗ്രീൻ കളർ കാണാൻ പറ്റും. അപ്പോൾ ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് സൈസാണ്. അപ്പോൾ സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാം ആണ് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പല ഫോർമാറ്റിലുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോട്ടല്ല, ഇപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ടുള്ള വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാമിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ യൂട്യൂബാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിലോട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ യൂട്യൂബിൽ ഒറ്റ ഫോർമാറ്റേ കാണിക്കുന്നുള്ളൂ, ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഒരു വീഡിയോയുടെ സൈസ് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്യാരക്ടർ സെറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് അതുപോലെ സൈസും ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ഈ ഒരു ആനിമേഷൻ വീഡിയോയിലുള്ള ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് താഴെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാൻ പറ്റും. റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ അപ്ലോഡ് ഓഡിയോ എന്ന് പറഞ്ഞിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ റെക്കോർഡ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇനി അപ്ലോഡ് ഓഡിയോ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗാലറിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഫോണിലുള്ള ഒരു ഓഡിയോ ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിൽ രണ്ടിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അതിന് താഴെ ചെറിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതെന്തിനു ഓൺ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു ക്യാരക്ടർ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ ലിപ്പ് മാത്രമേ ഇളകുകയുള്ളൂ. അപ്പോൾ അതിന് കൂടെ തന്നെ ആ ഒരു കൈയൊക്കെ ഒന്ന് ഇളകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതുകൂടെ ഓൺ ചെയ്യുകയാണ്. അതിനുശേഷം അപ്ലോഡ് ഓഡിയോയിലോട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ എൻ്റെ ഫോണിലുള്ളൊരു ഓഡിയോ അതിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ ഈ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതുപോലെ ആ ഒരു ഓഡിയോ ആനിമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഇതുപോലെയുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള മറ്റ് പല രീതികളിലുള്ള കാർട്ടൂൺ ടൈപ്പ് ആനിമേഷൻ വീഡിയോ എങ്ങനെ നമുക്ക് ഫ്രീ ആയി ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യൂട്യൂബിലോട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോട്ടോ അല്ലെങ്കിൽ ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഓഡിയോ ആനിമേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിലോ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് മുകളിലുള്ള ഈ ഒരു സൈനിങ് എന്നതിലോട്ട് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു ഷെയർ ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യാം.
അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ കാണാൻ പറ്റും സൈനിങ് അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇമെയിൽ ഐഡിയും അതുപോലെ പാസ്വേഡും കൊടുത്ത് കണ്ടിന്യൂ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ ആപ്പിൾ അക്കൗണ്ടോ സെലക്ട് ചെയ്തും നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടുമായി ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ സൈൻ ഇൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇവരെ ടേംസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷെയർ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇനിയിപ്പോൾ വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോമിലോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിലുള്ള ഈ 3 ഡോട്ടിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു ഡെസ്ക്ടോപ്പ് സൈറ്റ് രീതിയിൽ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ലൈവായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ചൂസ് ആൻ ഓഡിയോ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഫോണിൽ നിന്നൊരു ഓഡിയോ ഫയൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. ഇതിലൂടെ കാണാൻ പറ്റും ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഡൗൺലോഡ് എന്നതിലോട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതുകൂടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെയുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള മറ്റ് പല രീതികളിലുള്ള ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ രീതിയിലുള്ള ആനിമേഷൻ വീഡിയോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയി നമ്മളെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.